നമ്മുടെ ധനവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ഷർറുകളുണ്ടോ ഈ ഷർറുകൾ നീങ്ങിപ്പോവണമെങ്കിൽ സക്കാത്ത് കൊടുക്കണം. പല ആളുകളും അവരുടെ ധനം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരാണ്. ഒന്നുകിൽ അത് നഷ്ടപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ ബറക്കത്തില്ലാതെ പോയിക്കൊണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ ധനം നമുക്ക് തന്നെ വിപത്തായി മാറിക്കൊണ്ട് ധാരാളം ആളുകൾ പരീക്ഷിക്കപ്പെടുന്നത് പണം കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ അദ്ദാ സകാത മാലിഹി ഫഖദ് ദഹബ അൻഹു ശർറുഹു. ആരാണോ സകാത്ത് നൽകുന്നത്, ആ സകാത്ത് നൽകുമ്പോൾ ആ ധനത്തിൻ്റെ ഷർറ് അവരിൽ നിന്ന് നീങ്ങിപ്പോകുന്നു. അപ്പോൾ ധനത്തിൻ്റെ ഒരു ഷർറായ അവസ്ഥയുണ്ട്, അതും നീങ്ങിക്കിട്ടുന്നത് സകാത്ത് കൊടുക്കുമ്പോഴാണ്. ഇല്ലെങ്കിൽ ധനം കൊണ്ട് മനുഷ്യർ പരീക്ഷിക്കപ്പെടും. അത് ഇല്ലാതെയാവാൻ സകാത്ത് നൽകണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ധനം അതിൻ്റെ സകാത്ത് നമ്മൾ നൽകുമ്പോൾ കുറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്, പിന്നെയോ അതിൽ വർധനവുണ്ടാവുകയാണ് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, മാ നഖസത് സദഖത്തുൻ മിൻ മാലിൻ. ഒരു സദഖയും ധനത്തെ കുറച്ചിട്ടില്ല. ഇത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ വിശ്വസിച്ചേ മതിയാകൂ. ഇത് നമ്മുടെ അഖീദയാണ്. 100 ദിർഹം ഒരാളുടെ കൈകളിലുണ്ടോ, 50 ദിർഹം അയാൾ സക്കാത്തായതല്ലെങ്കിൽ സദഖയായി നൽകുകയാണ് എന്ന് കരുതുക. എങ്കിൽ 100 കുറഞ്ഞ് 50 എന്ന് കരുതാൻ പാടില്ല എന്നാണ്. അങ്ങനെ 50 ആയിട്ടില്ല, അതിൽ വർധനവുണ്ട്, നമ്മളത് കാണുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമാ അൻഫഖ്തും മിൻ ശൈഇൻ ഫഹുവ യുഖ്ലിഫുഹു. നിങ്ങൾ യാതൊന്ന് ചെലവഴിച്ചാലും അല്ലാഹു അതിന് പകരം വെക്കും. എന്ത് ചെലവഴിച്ചോ അതിനെ അല്ലാഹു സുബ്ഹാനഹു തആല റീപ്ലേസ് ചെയ്യും, അവിടെ പകരം വെക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല മനസ്സിലാക്കി തരുന്നു.